ഇങ്ങോട്ട് തുണി എന്തെങ്കിലും ആയിക്കോട്ടെ. എല്ലാവരും പിടിക്കുന്നതാണ്. റൗണ്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? കുറച്ചങ്ങോട്ട് മാറിയില്ലേ? ഒന്ന് കറങ്ങി പോകാനുള്ള സൗകര്യം ആക്കി കൊടുത്താൽ വേറെ കല്യാണം ഇല്ല
ജോലികളെല്ലാം കുളിച്ചിട്ട് വരിക കേട്ടോ.
അങ്ങോട്ട് അവിടെ മാറി. പട്ടിന്റെ അവകാശമല്ലേ ആരെങ്കിലും പറ്റോ? ആരെങ്കിലും പട്ട് കൊണ്ടുവന്നിട്ടോ? നേരെ ആരെങ്കിലും ഇടാൻ വേണ്ടിട്ടോ? ഇതൊക്കെ പിന്നെ അതിന്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ്. സർവേശ്വരനായ ജഗദീശ്വരൻ നമ്മുടെ പരേതാത്മാവിന്റെ നിത്യശാന്തിക്ക് മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂത ഗണാതിസേവിതം കവിത്തജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മിൻ സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീയ നമസ്തുതേ. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ പിതൃ ഋണമോചനാർത്ഥം ദീപജ്യോതിർ നമോ നമഃ. ഒരു നിമിഷം ഭഗവാനോട് നമ്മുടെ പരേതാത്മാവിന്റെ നിത്യശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിലൊരു പവിത്ര മോതിരമാണ്. അതിനകത്ത് രണ്ട് കൈ കൊണ്ടും ചേർത്ത് ഹൃദയത്തോട് പിടിക്കണം. പറഞ്ഞ പവിത്രം പാപനാശനം ആയുർത്തേജോ ബലം സൗഖ്യം പിതൃ ശ്രാത്ത ക്രിയാർത്ഥം പവിത്ര ധാരണം നമഃ. വലത്തേക്കയുടെ മോതിരം വെട്ടം ചെറുവിരലിന് തൊട്ടടുത്തുള്ള വെള്ളമാണ്. അതിൽ ഈ കെട്ടുള്ള ഭാഗം പുറത്തോട്ട് വരും. നിങ്ങളുടെ ഇലയിലുള്ള ദർഭ രണ്ടായിട്ടെടുത്ത് 2 കിലയുടെ ഇച്ചിരി ശിരസിന് വിലങ്ങനെ പിടിക്കുന്നത്. ഇടത്തെ കൈ വലത്തെ ചെവിയിലോട്ടും വലത്തെ കൈ ഇടത്തെ ചെവിയിലോട്ടും പോകും. പറഞ്ഞേ ഓം നമോ ഭഗവതേ ശുക്ലാം പരതരം വിഷ്ണു ചതുർഭുജം പ്രസന്നവദനം
ധ്യായേൽ സർവ വിഘ്നോപ ശാന്തേയ നമഃ. തദേവ ലഗ്നം സുദിനം തദേവ ദേവബലം തദേവ ചന്ദ്രബലം തദേവ ലക്ഷ്മിവദനെ അഗ്രയുസ്വരാമി. ഓം കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണ നിർമ്മിതം പുരാപിണ്ഡസ്ഥാനെ ദർഭാസനം നമഃ. 2 ദർഭയും ചേർത്ത് ഹൃദയത്തോട് പിടിക്കണം. നമ്മുടെ പരേതാത്മാവിന്റെ നിത്യശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം ഉന്മസിച്ചിരിക്കുന്ന ഈ ചൂസനയുടെ മധ്യഭാഗത്തായിട്ട് 2 ദർഭയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നീളത്തിൽ വെക്കണം. കുറച്ച് പുഷ്പം എടുത്ത് കളഭം മുക്കിയെടുക്കണം. പിതൃവിനെ ദേവതയെ സങ്കല്പിക്കണം. പിതൃദേവതയുടെ ആത്മീയ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഓം പിതൃ ദേവതാഭ്യോ നമഃ. പുഷ്പം ദർഭയുടെ മധ്യഭാഗത്തായിട്ട് വെക്കും. കൈ നനച്ചിട്ട് 5 പ്രാവശ്യം വെള്ളം കോരി ആ പുഷ്പത്തിന്റെ മുകളിലായിട്ട് തളിച്ചു കൊടുക്കും. ഓം പാദ്യം ആർഘ്യം ആചമനം സ്നാനം പുനരാചമനം നമഃ. കൈ നനച്ചിട്ട് നമ്മുടെ ഇലയിലുള്ള എള്ളെടുത്ത പുഷ്പത്തിന്റെ മുകളിലായിട്ട് വീഴ്ത്തി കൊടുക്കും. എള്ളാണ് ഇലയിൽ എള്ളുണ്ട്. എള്ളുണ്ട്. കൈ കഴുകി നിങ്ങളുടെ ഇലയിലിരിക്കുന്ന പിണ്ടം 5 ഉരുളക്കാണ്. അത് കണക്കാക്കി 1 ഉരുള എടുക്കും. 5ാമത്തെ ഉരുളക്ക് പറഞ്ഞ മൃതിസ്ഥാനെ ബ്രഹ്മദേവതേ ഏഷ പിണ്ടം മയാധീയത. പുഷ്പത്തിന്റെ മുകളിലായിട്ട് പിണ്ടം വെച്ചു. കൈ കഴുകിയിട്ട് 2ാമത്തെ പിണ്ടം. ദോരദേശേ വിഷ്ണുദേവതേ ഏഷ പിണ്ടം മയാധീയതേ. കൈ കഴുകിയിട്ട് 3ാമത്തെ പിണ്ടം. വിശ്രമസ്ഥാനെ രുദ്രദേവതേ ഏഷ പിണ്ടം മയാധീയതേ. കൈ കഴുകിയിട്ട് 4ാമത്തെ 5ാമത്തെ പിണ്ടത്തിൽ പകുതി. കുഷിസ്ഥാനെ യമദേവതേ ഏഷ പിണ്ടം മയാധീയതേ. കൈ കഴുകിയിട്ട് 5ാമത്തെ. പിണ്ടത്തെ തീർക്കും. ചിതാസ്ഥാനെ ചിതാസ്ഥാനെ രുദ്രദേവതേ ഏഷ പിണ്ടം മയാധീയതേ. കൈ കഴുകണം. കിണ്ടിയിൽ തരുന്ന വെള്ളം നോക്കണേ. പിണ്ടത്തിൽ നിന്ന് ഇടതുവശത്തു നിന്ന് വലത്തോട്ടും തിരിച്ച് വലത്തുനിന്ന് ഇടത്തോട്ടും പ്രദക്ഷിണവും അപ്രദക്ഷിണവുമായിട്ട് പിണ്ടത്തിനൊന്ന് പ്രവർത്തിക്കണം. അത് ഓം അമൃതാത്മനെ അമൃത പ്രോഷണി എന്ന് വലത്തും തിരിച്ച് കിടക്കും. കൈ കഴുകിയ കുറച്ച് പുഷ്പം എടുത്ത് കളവ് മുക്കിയെടുത്ത് പറഞ്ഞ ഓം ജലം നമഃ ഗന്ധം നമഃ പുഷ്പം നമഃ ധൂപം നമഃ ദീപം നമഃ സാക്ഷാൽ ദീപദർശനം നമഃ. പുഷ്പം പിണ്ടത്തിലേക്ക് സമർപ്പിക്കണം. കൈ കഴുകി ചില്ലിയിരിക്കുന്ന എള്ളും കളപ്പും പുഷ്പം എല്ലാം തീർത്തെടുക്കണം. രണ്ട് കൈ കൊണ്ടും ചേർത്ത് ഹൃദയത്തോട് പിടിക്കണം. ലക്ഷ്മി സമേതനായിരിക്കുന്ന നാരായണ സ്വാമിയെ വിഷ്ണുവിനെ വാസുദേവനെ മനസ്സിൽ ധ്യാനിക്കണം. ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ നാരായണ വാസുദേവ, നമ്മുടെ ഈ പരേതാത്മാവിന് ശാന്തി മോക്ഷവും കൊടുക്കണമെന്നും നമ്മുടെ പരേതാത്മാവ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈശ്വരഹിതത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം ക്ഷമിച്ചു പുറത്ത് മാപ്പാക്കി നമ്മുടെ പരേതാത്മാവിന് ശാന്തി മോക്ഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞു ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണായ അക്ഷരി പുണ്ടരീകാക്ഷ പ്രേതമുക്തി പ്രസാദക. ഓം നമോ നാരായണായ സമർപ്പയാമി. ഓം നമോ നാരായണായ സർവം സമർപ്പയാമി. നമ്മുടെ പരേതാത്മാവിനെ ഭഗവാന്റെ വാസുദേവന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ പരേതാത്മാവിന് ശാന്തി മോക്ഷം കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓം നമോ നാരായണ 3 പ്രാവശ്യം ചൊല്ലി പുഷ്പം 3 പ്രാവശ്യം തലക്കുഴിഞ്ഞിട്ട് പിണ്ടത്തിലേക്ക് സമർപ്പിക്കണം. കൈ കഴുകണം. ഇപ്പൊ പിണ്ടം ഇലയെ 2 കൈ കൊണ്ട് കൂട്ടിയെടുത്ത് നേരത്തെ പുഷ്പം വരുന്ന അതിലോട്ടോ കൈ നനച്ചേ. നിങ്ങൾ 3 പേര് ഒരേ സമയത്ത് 3 പ്രാവശ്യം പിണ്ടത്തിൽ പൊട്ടുന്ന കൈ കഴുകിക്കേ.
3 പ്രാവശ്യം പിണ്ടത്തിട്ട് നമസ്കരിക്കണം. വലത്തും ഇടത്തും കൈ തിരിച്ചും മറിച്ചും വെച്ചിങ്ങനെ. പവിത്ര മോതിരം ഊരി കെട്ടഴിച്ച് പിണ്ടത്തിന്റെ മുകളിൽ വെച്ചിട്ട് എഴുന്നേറ്റ്. കെട്ടഴിച്ച് വെച്ചിട്ട് എഴുന്നേറ്റ്. നിങ്ങളെ ഇടവശത്ത് നിങ്ങൾ അവിടെ നിന്ന് 3 പ്രാവശ്യം കറക്കി. ഇടവശത്ത് പറഞ്ഞ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. ഓം നമോ ഭഗവതേ പിതൃഋണമോചനാർത്ഥം പിണ്ട പ്രദക്ഷിണം നമഃ. ഈ പരേതാത്മാവിന്റെ സ്വർഗത്തിലേക്കുള്ള ശാന്തിക്ക് മോക്ഷത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമ്മൾ തന്നെ കേട്ട് ചെല്ലുകയും ചെയ്യും. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സലാം ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേഖണേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സലാം ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേഖണേ. ഓതുന്നില്ലൊന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ. ശാന്തിയേകുക ദൈവമേ. ഓതുന്നില്ലൊന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ. ശാന്തിയേകുക ദൈവമേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിലേഖണേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിലേഖണേ. നീ അയക്കുന്നു നിർത്തുന്നു നീ വിളിക്കുന്നു ദേഹിയേ. നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ. നീ അയക്കുന്നു നിർത്തുന്നു നീ വിളിക്കുന്നു ദേഹിയേ. നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ.
നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ധ്യാനം മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവ, സർവകർമ്മൈക സാക്ഷിനി. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ധ്യാനം മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവ, സർവകർമ്മൈക സാക്ഷിനി. എല്ലാം ഒടുക്കം വന്ന് ഐക്യമടയും ശാന്തീതമാമമാം. ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേകണേ. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിലേകണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല. ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേകണേ. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിലേകണേ. ഈ പരേതാത്മാവിന്റെ സ്വർഗത്തിലേക്കുള്ള ശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമ്മളെല്ലാം മൗനമായി നിന്ന് ഈ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന ശംനോ വരുണ, ശംനോ ഇന്ദ്ര ബൃഹസ്പതി, ശംനോ വിഷ്ണുരുക്രമ. ഓം നമോ ഭഗവതേ ബ്രഹ്മണേ മൂർത്തേ. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മം വിദുഷ്യാമി, ഹൃദം വിദുഷ്യാമി, സത്യം വിദുഷ്യാമി. തന്മാവതു തത്വക്താരമവതു, അവതു മാം അവതു ഭക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. സർവേശ്വര ജഗദീശ്വരൻ എല്ലാവരും ഒരു നിമിഷം ഈ പരേതാത്മാവിന്റെ സ്വർഗത്തിലേക്കുള്ള ശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ കയ്യിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ കൊടുക്കുവാൻ വലിച്ചെറിയ മോശം. കുറച്ച് ആൾക്കാർ കാണാനുണ്ട്, ഒരു വഴി കൊടുക്കണേ. ഈ ഭാഗത്ത് ഒരു വഴി കുറച്ചെല്ലാവരും ഒന്ന് വേഗം, കുറച്ച് ആൾ കാണാറുണ്ട്. ഒന്ന് കറങ്ങാനുള്ള സൗകര്യം കൊടുത്തു. ഒന്ന് നടക്കാനൊരു വഴി. ഇവിടെ തന്നെ കൂടെ കണ്ടവരെ കൊടുക്കും. അതിനെ കുറച്ച് കുറച്ചടന്ന വഴി വിട്ടു കൊടുക്കാം. യാത്ര ചോദിപ്പൂ ഞാൻ നിങ്ങളോടായി. യാതന പൂർണ്ണമീ ജീവിതത്തിൽ നിന്നും യാത്രയാകുന്നു ഞാൻ ഏകനായി. മണ്ണിൽ പിറന്ന നാൾ തൊട്ടെന്റെ കാവല എന്നെ നടത്തിയ തമ്പുരാനെ. നിന്നുടെ പാദസായുജ്യം നുകരൂ. യാത്ര ചോദിപ്പൂ ഞാൻ നിങ്ങളെ നിത്യല്യ യാത്രാ മൊഴിയൊന്നു പാടിടണം. രാവും പകലുമായി കാലചക്രത്തിന്റെ വസിക്കുന്ന കർമ്മസാക്ഷിയിൽ ആയുസ്സും ആരോഗ്യവും എത്ര നിയാമങ്ങളിലെ
നന്ദിയോന്നു ഞാൻ പോയിടട്ടെ വിട നൽകിടുവിൻ ചന്ദന ശീതളലേപനമായെന്നു വന്നു തലോടുമെൻ തന്നലെ ഞാൻ മഞ്ഞിനോടിന്നു വിട പറഞ്ഞിടവേ ഒന്നു തലോടിയച്ചിടുമോ നിക്കിടാങ്ങളെ പോയിടും നേട്ട ഞാൻ കണ്ണിടത്തിൽ ആയിരമുള്ള താരകമായം ഞാൻ കാവലായി നിൽക്കുമെന്നും താരയിൽ ദുഃഖസുഖങ്ങളെ പങ്കിട്ടു ജീവിച്ചോരുറ്റവരെ യാത്രയാകുന്നിതാ നിങ്ങൾക്കു നന്മകൾ നേർന്നു ഞാൻ യാത്ര പറഞ്ഞിടുന്നു കുറ്റം പലതു ഞാൻ ചെയ്യുമെന്നാകിലും തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് കുറ്റവരെ പോലെ എന്നെ സ്നേഹിക്കുന്ന നല്ലവരെ വിട നൽകിയിടുക എന്റെ സ്വപ്നങ്ങളിൽ ചാരുക ചാർത്തിയ മോഹങ്ങളെ വിട നൽകിയിടുക ഐഹിക ദുഃഖ നിവൃത്തി വരുത്തി ഞാൻ ദൈവിക ലോകത്തു പോയിടട്ടെ ബന്ധുവും സ്വന്തവും വിട്ടെറിഞ്ഞിരുന്നു ഞാൻ ബന്ധുരാഗേഹത്തിൽ പോയിടുന്നു ബന്ധനമാകും ഈ സ്വന്ത ബന്ധങ്ങളിൽ ബന്ധിച്ചിടാതെ ഞാൻ പോയിടുന്നു കണ്ണിൻ മണി പോലെ എന്നെ വളർത്തിയ മണ്ണേ ഈ ദേഹമിവാങ്ങോ പൊന്നിൻ മണിമയ സിംഹാസനമുള്ള പിന്നിലേക്കിന്ന് ഞാൻ പോയിടട്ടെ